guys, welcome to my YouTube channel. I know you told your friend you're not okay. And tell me what's wrong and why you never said you felt that way. സോ ഇന്ന് ഞാൻ ഹെയർ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് ഹെയർ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പോവാന്ന്. അപ്പോൾ ഇപ്പോൾ ടൈം വന്നിട്ട് 5:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇച്ച ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. ഇനി ഒന്ന് ചായ കുടിക്കണം, ഇറങ്ങണം. ഞാൻ അപ്പോൾ ഹെയർ വാഷ് ചെയ്തു. ഡ്രൈ ചെയ്യാനായിട്ട് നിൽക്കണില്ല, കാരണം ടൈമില്ല, അതിനുള്ള ടൈം ഒട്ടും ഇല്ല. ഇപ്പം തന്നെ 5:45 കഴിഞ്ഞു. ഇനി ഇവിടെ എനിക്ക് തോന്നുന്നു 9 or 9:30 ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്, അറിയത്തില്ല. നോക്കാം എന്തായാലും. I know you told your friend you're not okay. And tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away, as you fade away. Yeah, I'm about to fade away, 'cause ഞാനിപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ടാട്ടോ പോയിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവർ രണ്ടാമത്തെ ഹെയർ വാഷ് ചെയ്തില്ല, കാരണം ഹെയർ നല്ല വെറ്റായിരുന്നു. ഞാൻ ഡ്രൈ ചെയ്യാണ്ടാ പോയിട്ടുണ്ടായേ. അപ്പോൾ അവർ എന്നോട് ഏത് കളറാണ് വേണ്ടതെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു റെഫറൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എൻ്റെ കയ്യിലുള്ള റെഫറൻസും എനിക്ക് സജസ്റ്റ് ചെയ്തതുമായിട്ടുള്ള കളറെന്ന് പറയുന്നത് കോപ്പർ ബ്രൗൺ ആണ്. അപ്പോൾ കോപ്പർ ബ്രൗൺ ഫിക്സ് ചെയ്ത് എന്നിട്ട് അവർ ചെയ്ത് തുടങ്ങിയായിരുന്നു. ഹെയറിലെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് പോയി. ഗൈസ്, എൻ്റെ ഈ കോലം കണ്ടിട്ട് ഞാൻ തന്നെ പേടിച്ചു പോയി, നിങ്ങളും പേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വെയിറ്റ് താങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കഴുത്തിൽ പ്രഷർ കൊടുത്താൽ ഇരുന്നേ. അങ്ങനെ ഹെയർ വാഷിംഗ് ഒക്കെ കഴിഞ്ഞു വന്നിരുന്നപ്പോഴത്തേക്കും അവിടെ കസ്റ്റമേഴ്സ് എല്ലാവരുടെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു, കാരണം നന്നായിട്ട് ലേറ്റായി, ഒത്തിരി ലേറ്റായിരുന്നു. അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ തിക്നെസ് ഉള്ളതുകൊണ്ട് തന്നെ അവരൊരു 20 to 30 minutes എടുക്കും ഡ്രൈ ചെയ്യാനായിട്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറൊരു സ്റ്റാഫും കൂടെ വന്നിട്ടാണ് എനിക്ക് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് എനിക്ക് ഹെയർ ഡ്രൈ ചെയ്ത് തന്നത്. എന്നിട്ട് അവർ തന്നെയായിരുന്നു എനിക്ക് ഹെയർ സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഈ സെറ്റ് ചെയ്തിട്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം താഴെ വന്നിട്ട് ഇങ്ങനെ കേൾസ് ഇട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എനിക്ക് ഹെയർ സെറ്റ് ചെയ്ത് ഇട്ടിരുന്നത്. അതായത് ആദ്യമായിട്ടാണ് ഇതുപോലെ കേൾസായിട്ട് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, അതായത് എനിക്കിങ്ങനെ സെറ്റ് ചെയ്ത് ഇട്ട് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ട് തരും, അങ്ങനെ വേവി ആയിട്ടൊക്കെ ഇട്ട് തരും. പക്ഷേ ഇതുപോലെ കേൾസായിട്ട് എനിക്ക് ഫസ്റ്റ് ടൈമാണ്, ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി, അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ആ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽസും പ്രൈസും പ്ലേസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് നേരെ ഷാരൻ ചേച്ചിയുടെയും ജാഗിൻചേൻ്റെ വീട്ടിൽ പോയി. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ടൈം ഇപ്പോൾ 11:45 അപ്പോൾ ഞാനവിടെ പോയപ്പോൾ തന്നെ എല്ലാവരും ഇറങ്ങിയായിരുന്നു. അതിൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ഇരുന്നപ്പോൾ തന്നെ അവിടെ എല്ലാവരും അവരുടെ വീട്ടിലെത്തി.
അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ലേറ്റായി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ലേറ്റായി. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മളിനി തിരിച്ച് നേരെ ഫ്ലാറ്റിൽ പോവാണ്. ഇതാണ് ഞാൻ പിന്നെ പറയാൻ മറന്നുപോയി, ഞാൻ എടുത്ത കളർ കോപ്പർ ബ്രൗൺ ആണ് കേട്ടോ. കോപ്പർ ബ്രൗൺ ആണ് ചൂസ് ചെയ്തത്. കാരണം കഴിഞ്ഞ തവണ ഞാൻ ഏത് കളറാണ് എടുത്തതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഞാനൊരു റെഫറൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതുപോലെ ചെയ്യണമെന്നായിരുന്നു. അവർ അതുപോലെയാണ് ചെയ്തത്. ഞാൻ അന്ന് ഫസ്റ്റ് ടൈം ഞാൻ കളറില്ല ഹൈലൈറ്റ് ചെയ്തപ്പോഴത്തേക്കും ഏത് കളറാണ് എടുത്തതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഒരു സമയമായി. പിന്നെ നേരെ പോയി ഫുഡ് അടിച്ചു. എന്നിട്ട് ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. സേച്ചൻ ഉറങ്ങിയിട്ടില്ല. അവന് ഉറങ്ങാനും സമയമായി. ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away, but I've known you too long.